ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് നമ്മൾ ഒരു ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീം സീരീസ് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് വേണം, അന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ ഒരുങ്ങി പോണത്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ നമുക്ക് നമ്മുടെ ഫേസിന് കുറച്ചും കൂടി ഒരു ടാനും ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റി കുറച്ചും കൂടി ബ്രൈറ്റ് ആവാനും, അതുപോലെ നമ്മുടെ ബാരിയറൊക്കെ അതായത് കേടായി പോയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രീംസും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോപ്പ് ലെയർ മുഴുവൻ ഒരു സ്മൂത്ത് അല്ലാണ്ടും ക്ലിയർ അല്ലാണ്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം, കുറച്ചധികം ക്രീംസുകളാട്ടോ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രീം വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഞാനൊരു 7 ഡേയ്സ് ഈ ക്രീമുകൾ ഓരോ ദിവസം ഓരോ ക്രീമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ, അതായത് നമ്മുടെ ഹോം റെമഡി വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ ഓരോ ക്രീമിനും അതിന്റെ ബെനിഫിറ്റ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ബെനിഫിറ്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ ഈ 7 ഡേയ്സും നിങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നിങ്ങൾക്കത് അലർജി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒരു 1 വീക്കൊക്കെ ഈ ഒരു പോർഷനിൽ മാത്രം ഇട്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടൊരു സൂപ്പർ റിസൾട്ട് കിട്ടണ, എന്താ പറയുക, നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇത് നോക്കിക്കോ, അത്ര നല്ല റിസൾട്ട് കിട്ടണ ഇത് ഈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഗുണങ്ങൾ കേട്ടോ, അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയാം. സ്കിൻ ബ്രൈറ്റൻ, അതായത് വർണ്ണ്യം, നമ്മുടെ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക ശോഭ, അതായത് നമ്മുടെ സ്കിന്നിന് മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതായത് നമുക്കൊരു ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിലും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറി ഒന്നും കൂടി സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യണ ഒരു ക്രീമാണ് കേട്ടോ അത്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് അത് തന്നെയാണ്, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വേറെ ബെനിഫിറ്റുകൾ എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് അതാണ്. പിന്നെ നമുക്ക് ക്ലിയർ ആവും, നമ്മുടെ പതുക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ മാറാം. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ക്രീമുകൾ പറയുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ. കുറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ആകെ ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇത് വന്നിട്ട് പതിമുഖാണ്. പതിമുഖം ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട്, കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെയാണ് ആദ്യമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഫേസ് ക്രീമുകൾ, ഫേസ് പാക്കുകളൊക്കെ. പതിമുഖം വളരെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ വെളുത്തിട്ട് പാറും എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നാച്ചുറൽ ആയിട്ടൊരു തിളക്കവും ഒരു ബ്രൈറ്റനിങ് ഒക്കെ കൊണ്ടുവരുന്നുള്ളത്. അപ്പൊ ഞാനിവിടെ 2 പിടുത്തം പതിമുഖം കുറച്ച് വെള്ളത്തിൽ ഏകദേശം അതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഞാൻ ഇട്ടിട്ട് തലേദിവസം ഇട്ട് വെച്ചതാട്ടോ. അപ്പൊ അതിന്റെ കളർ കണ്ടില്ലേ, കളറൊക്കെ മാറി വെള്ളം നല്ലൊരു ഓറഞ്ച്, റെഡും അല്ല, ഭയങ്കര എന്താ പറയാ ഭയങ്കര കടുത്ത ഒരു ഓറഞ്ചും റെഡൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഞാൻ ഈ പാത്രം തന്നെ നേരെ അടുപ്പത്തേക്കാണ്ട് വെച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ മൂടി വെച്ചിട്ട് നമ്മളിത് തീ കുറച്ച് വെച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട്. ഇത് വറ്റിച്ചിട്ട് 1.5 അല്ലെങ്കിൽ 2 സ്പൂൺ ആക്കി മാറ്റണം കേട്ടോ. അത്രയും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രാക്റ്റ് നല്ല രീതിക്ക് തന്നെ കിട്ടി നമുക്ക് ആ ഒരു സത്ത് അത്രയും കിട്ടിയാൽ മതി കേട്ടോ. 2 സ്പൂൺ ആക്കണം. വറ്റിച്ച് ഇങ്ങനെ കഷായാക്കി ഇങ്ങനെ വറ്റിച്ച് തീ കുറച്ച് വെച്ച്. അപ്പൊ അങ്ങനെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇത്ര ആയിട്ടുണ്ട്. നല്ല പാത്രമൊക്കെ നല്ല മഞ്ഞയാവും കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. കുറച്ച് 2 ദിവസത്തേക്കൊക്കെ മഞ്ഞ കളർ ഇങ്ങനെ ഉണ്ടാവും പാത്രത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഴയ പാത്രം ആയാലും കുഴപ്പമില്ല, വൃത്തിയുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 സ്പൂൺ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് ഒരു നൈറ്റ് ക്രീം ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അത്രയും നല്ല ബെനിഫിറ്റ് കിട്ടുന്നതും അതുപോലെ സ്കിൻ റിപ്പയർ ആവണതൊക്കെ നൈറ്റിലാണ്. അപ്പൊ ഇനി നമുക്കിതൊരു ക്രീം ബേസ് വേണ്ട ക്രീമിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിലാ സിറപ്സിന്റെ അലോവേര ജെൽ എടുത്തിരിക്കണേ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അലോവേര ജെല്ലിന്. അപ്പൊ ഞാനൊരു വലിയ സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 15 ഒരു 20 ദിവസത്തേക്കുള്ള ക്രീം ഉണ്ടാവും. പുറത്ത് വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, കേടാവൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഇത് ഓപ്ഷണൽ ആണ് ഇൻഗ്രീഡിയന്റ്. അതായത് ഒരു
10 തുള്ളിയുടെ അടുത്തേക്ക് നമ്മുടെ ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. അത് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂട്ടെ. എല്ലാവർക്കും സ്യൂട്ട് ആവുമെന്ന് അറിയില്ല. എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല ഇപ്പൊ അങ്ങനെ ആൽമണ്ട് ഓയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതാ ഇതുമാതിരി 2 ഇൻഗ്രീഡിയന്റ് മാത്രം മതി. ഇതൊരു കുറച്ച് തിക്കായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതാ ഇതുമാതിരി. അപ്പൊ അത്യാവശ്യം നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഒരു ക്രീമിന്റെ ഒരു ബോക്സിൽ അതിലേക്ക് അത്യാവശ്യം നിറച്ച് കിട്ടുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 2 വലിയ സ്പൂണാണ് നമുക്ക് ആ ഒരു ക്രീം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ല, ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ അലോവേര ബേസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് തിക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഫേസിൽ. പെട്ടെന്ന് അബ്സോർബ് ആയി പോണോണ്ട്. അപ്പൊ ഞാനിവിടെ ചെറിയൊരു ക്രീം ബോട്ടിൽ, ഈ ബോട്ടിലൊക്കെ നമുക്ക് ഓൺലൈനിൽ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ചില്ല് ബോട്ടിലാണ്, നല്ലതാണ് എപ്പോഴും. അപ്പൊ ഞാനിവിടെ ഈ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ക്രീമേ നമ്മള് പരമാവധി ഇങ്ങോട്ട് എന്താ പറയാ, ക്രീം ആ പാത്രത്തിലുള്ളതൊക്കെ വടിച്ച് ഞാൻ ആക്കിയിട്ടുണ്ട്. കാരണം നല്ലതാണ്, അത്രയും നല്ലതാ. നമുക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അണ്ടർ ഐസിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റണ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻഗ്രീഡിയന്റ് നല്ല ഇൻഗ്രീഡിയന്റ് ആണ്. നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഒരുപാട് സെർച്ചിങ് എൻജിൻസ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ, സെർച്ച് എൻജിൻ. അപ്പൊ അതന്നെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈബ്രന്റ് ഓറഞ്ച് കളറിലാണ് ഈ ക്രീം ഇരിക്കുന്നത്. അതായത് നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം മാതിരി മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രീമായിട്ട് വെച്ച് ഇരിക്കണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് കുളിക്കണേ മുന്നേ കുറച്ചകത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് വെച്ചിട്ട് കഴിയും. ഏറ്റവും നല്ലത് രാത്രി ഇത് കിടക്കാൻ നേരത്തെ ഒരു നൈറ്റ് ബ്രൈറ്റനിങ് ക്രീം പോലെ യൂസ് ചെയ്യുന്നതാ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമാതിരിയാണ് നമ്മുടെ ക്രീം വരുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ അവിടെ ഒരു കുരു ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കുരു ഉണ്ടല്ലോ എന്ന് പറയും. ഇത് വേറെ ഒന്നല്ല, ഇത് ഞാനൊരു സ്ട്രോപ്പ് ക്രീം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് വന്ന കുരു കേട്ടോ. അവിടെ 2-3 ഒരുമിച്ച് വന്നു. ഇപ്പം ഇതിങ്ങനെ കല്ലച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്, സോറി. അല്ലാണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത്ര നാളായിട്ട്. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ പണി കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ പണി കിട്ടിയതാട്ടോ. ഇത് വേറെ ഒന്നല്ല, പ്രത്യേകിച്ച് വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്ര നാളായിട്ട്. കുറച്ചെടുക്കുക, ഇതെങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാവിടെയും ഒന്ന് പതുക്കനെ ഒന്ന് സ്പ്രെഡാക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതത്രേ ഉള്ളൂ പണി. നെക്കിലും കൂടി ഇടണേ. കുറച്ച് കഴിയുമ്പോൾ ഇത് അബ്സോർബായി പോകും കേട്ടോ. ഇത് അലോവേര ജെൽ ബേസ് എടുക്കണോണ്ട് തന്നെ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് കൂടുതലായിട്ട്. പെട്ടെന്ന് അബ്സോർബായി അങ്ങനെ പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അലോവേര ജെൽ ക്രീമുകൾ ഇടുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇതൊന്ന് ഉണങ്ങിയിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നു. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറിയൊരു യെല്ലോ, അതായത് നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കളറ് ചെറുതായിട്ടുണ്ട്. അത് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ജെന്റിലായിട്ടുള്ള മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കടലപ്പൊടിയോ പയർപ്പൊടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് പക്ക റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫേസിൽ ഡൾനെസ് ഒന്നും വരാതെയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ മാറാനും പിഗ്മെന്റേഷനും ഒക്കെ നല്ലതാണ്. നമുക്ക് ഫേസ് നന്നായിട്ട് ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പതിമുഖം ക്രീം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് നിങ്ങളിൽ എല്ലാവർക്കും, ട്രൈ ചെയ്യുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ആക്റ്റീവ്സോ ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു കാര്യമാണ് നമ്മൾ ട്രൈ ചെയ്യണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 10 ദിവസം കൊണ്ട് കാണാം, ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. പക്ഷേ നമ്മളിത് സ്ഥിരമായി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏത് കാര്യമാണെങ്കിലും, അതെ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആവുന്നു, ഏത് കാര്യമാണെങ്കിലും നമുക്ക് അതിനായിട്ടുള്ളൊരു ക്ഷമ വേണം, സമയം കൊടുക്കണം. അതൊന്ന് അബ്സോർബായി ഒന്ന് സെറ്റായി വരാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.